ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓഗസ്റ്റ് 14. എൻ്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിൽ ഒന്നാണ് ഓഗസ്റ്റ് 14. കാരണം ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ മകൻ ജനിച്ച് 13 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കെൻ്റെ മോളെ കിട്ടിയത്. അപ്പോൾ അതൊരു വൈകി വന്ന ഒരു വസന്തമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. ഒരു മോനെ വെച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പ്രതീക്ഷിച്ചിരിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ് എനിക്ക്. അപ്പോൾ ഇന്ന് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സ്റ്റാർ ബർത്ത്ഡേ വരുന്നത് നാളെയാണ്. പക്ഷേ ഇന്ന് കുട്ടികൾക്കെല്ലാം ചോക്ലേറ്റ് എല്ലാം കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിലിരിക്കുകയാണ് അവള്. മാത്രമല്ല അവൾക്ക് ബിരിയാണി ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി പറയാണ് എനിക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന്. അപ്പോൾ എനിക്കതിന് പെട്ടെന്ന് പോയി വാങ്ങിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല, ചേട്ടനും ഇവിടെ ഇല്ലാത്ത കാരണം. പിന്നെ ഞാൻ അവൾക്കൊരു വെജിറ്റബിൾ ബിരിയാണി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജീരക ചമ്പ റൈസിലെ നമ്മൾ സാധാരണ ചെയ്യാറില്ലേ, എനിക്കിവിടെ കുറച്ച് ക്യാരറ്റും തക്കാളിയും ഓണിയനും അങ്ങനെയൊക്കെ ഇട്ടതാണ്. പക്ഷെ അത് ഉഗ്രനായിട്ട് വന്നു. ചിക്കൻ ബിരിയാണി തോറ്റു. അങ്ങനെ ഒരു ഹറിബറിയിൽ ചെയ്തതാണ്, പക്ഷെ അടിപൊളിയായിരുന്നു ടേസ്റ്റ്. മോക്കും വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഇത് ചിക്കൻ അല്ലല്ലോ, വെജിറ്റബിൾ ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണി എന്ന് വെച്ചാൽ എല്ലാ വെജിറ്റബിൾസ് ഒന്നും ആയിട്ടില്ല, ഇത്ര തന്നെ. ക്യാരറ്റ് മാത്രം തന്നെയാണ്, പിന്നെ ഓണിയനും തക്കാളിയും പച്ചമുളക് ഗരം മസാല ഐറ്റംസ് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ഉഗ്രന വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ മാസം തന്നെയാണ് മോൻ്റെ ബർത്ത്ഡേ വന്നു. അപ്പോൾ ഈ പിള്ളേർക്കൊന്നും സദ്യയോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സദ്യ വയ്ക്കുമായിരുന്നു. ഇവർക്കും താല്പര്യമില്ലല്ലോ, ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു വെറൈറ്റി റൈസ് മതിയാവും. അപ്പോൾ അതിനെ കരുതിയാണ് ഞാനിങ്ങനെ ഈ വെജിറ്റബിൾ റൈസ് അതിലേക്ക് ഒതുങ്ങിയത്. പിന്നെ ബിരിയാണിയുടെ മണം പിടിച്ചാണെന്ന് തോന്നുന്നു വിഷ്ണുമായ നേരത്തെ തന്നെ എണീറ്റ് വന്നു. പിന്നെ അവൾക്ക് എന്നും കൊടുക്കാണ്ട ഒരു ഹഗ്ഗും ബ്ലെസ്സിങ്സും എല്ലാം കൊടുത്തു. പിന്നെ അവളെ മുടിയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടി. മുടി നീണ്ടു വരുന്നുണ്ട്, കട്ട് ചെയ്യാനേ വിടില്ല. കാരണം അവൾക്ക് അങ്ങനെ ഹിപ്പ് കഴിഞ്ഞ് അങ്ങനെ നീളത്തിൽ വളരണമെന്നാണ് അവളുടെ ആഗ്രഹം. അത് കാരണം മുടി കട്ട് ചെയ്യാൻ വിടില്ല. അവൾക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് മുട്ട മാത്രമേ നമ്മൾ അടിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞ് മുട്ടയൊന്നും അടിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ ഇതിലൊക്കെ ആണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് 3 മുട്ട അടിക്കും എന്നൊക്കെ പറയും. പക്ഷെ ഇവൾക്ക് ഫസ്റ്റ് ഒരു മുട്ട മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെ അവളെ പല്ല് തേക്കാനൊക്കെ കൊണ്ടുവിട്ടിട്ട് അവർക്ക് ചായയൊക്കെ ഒന്ന് റെഡിയാക്കി. എനിക്കും അപ്പോഴും തന്നെയാണ് ഞാൻ ചായ ഇട്ടത്. എനിക്ക് മോനും ഒരു ചായ, അവൾക്ക് വേറെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചായ ഇടക്കെല്ലാം കഴിഞ്ഞു. അതിനിടയിൽ ബിരിയാണി നല്ല കറക്റ്റ് പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സൈഡ് ഡിഷായിട്ട് ഞാൻ ഓണിയൻ റൈത്തയും പിന്നെ ഉരുളക്കിഴങ്ങ് പൊടിക്കറി എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരൊക്കെ വലിയ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടി മോൻ എനിക്ക് ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് കട്ട് ചെയ്തു തന്നു. അപ്പോൾ അവനത് ഏത് സൈസിൽ കട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കറക്റ്റായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്യണമെന്ന് എന്ത് പറഞ്ഞാലും ഒന്ന് ഹെൽപ്പ് ചെയ്യും. അവനിപ്പോൾ കുറച്ച് 2-3 മാസം കുറച്ച് ഫ്രീ ആണ്. അത് കാരണം അവന് രാവിലെയൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യും. ചേട്ടനുണ്ടെങ്കിൽ രാവിലെ ചേട്ടനായിരിക്കും ഈ പണികളൊക്കെ. മോള് സ്കൂളിൽ പോകുന്നവരേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യാളായിട്ട് അങ്ങനെ നിൽക്കും. ഇപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവനും അതുപോലെ തന്നെയാണ്, കുറച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നല്ല എൻ്റെ മോനായതുകൊണ്ട് പറഞ്ഞതല്ല, നല്ലൊരു കുട്ടിയാണ്. രാവിലെ ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഡ്രിങ്ക്സ്. എനിക്കും ചേട്ടനും മോനും ഒക്കെ രാവിലെ ഇതാണ്. ഇതിൽ കുറച്ച് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കുടിക്കാറുണ്ട്. അതായത് പൊടി ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോക്ക് ചായ നിർബന്ധമാണ്. ഇനി അത് എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണമെന്നുണ്ട്. രാവിലെ ഹെൽത്ത് മിക്സ് ഒക്കെ റെഡി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവൾക്കൊരു മൂഡ് വരികയാണെങ്കിൽ കുടിക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതാ ചോറ് റെഡി, ചായ റെഡി. അവളുടെ ചായ അത് പാൽ ചായനാണ് ഇപ്പോൾ കൊടുത്ത് ശീലിക്കുന്നത്. അത് ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഡെയിലി ചായ കൊടുക്കില്ല, കാരണം എന്നും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനിടയിൽ ഞാൻ മുട്ട വേവിക്കാൻ വെച്ചു. അവൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം മുട്ട. ഇനി തന്നെയാണ് ഞങ്ങൾക്ക് മുട്ട വാങ്ങിക്കണം. സോ 2 മുട്ട ഇരുന്നതിന് അവൾക്ക് തന്നെയാണ്. ഒന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും ഒന്ന് സ്കൂളിലേക്കും കൊടുത്തേക്കാൻ വേണ്ടി അവൾക്ക് മാത്രം തന്നെയാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ വേണ്ടി എല്ലാം റെഡി ചെയ്ത് വെച്ചിട്ട് അതും അവനെ തന്നെയാണ് ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി. അവളെ കുളിപ്പിക്കാൻ പോയി. അപ്പോൾ ഇത് കംപ്ലീറ്റ് എനിക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് തന്നതൊക്കെ എനിക്ക് ധനുവാണ്. പിന്നെ ഇതിന് വേറെ ഒന്നുമില്ല, ചുമ്മാ ലൈറ്റാണ് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ആൾറെഡി ഒരു പൊടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അവ അതുപോലെ ചെയ്തു. നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കോയമ്പത്തൂർ പൊട്ടറ്റോ
പൊടിക്കറി എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ചെന്നൈയിൽ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, കോയമ്പത്തൂരാണ് അവരുടെ സ്വദേശം. അപ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കി വരുന്നത്, അവരാണ് എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിത് തീർച്ചയായിട്ടും ഒരു വീഡിയോ ഇടുന്നതാണ്. വിഷ്ണുവിനെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം വേഗം വന്ന് അവളുടെ ലഞ്ചെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അവൾക്ക് മോർണിംഗ് ടിഫൻ എന്ന് പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. ഇതിൽ 2 അത്ര തന്നെയാണ് അവൾ കഴിക്കുകയുള്ളൂ. ഓണിയൻ റൈത്ത, അതായത് ഓണിയൻ സാലഡ് ഉള്ളത് കാരണം അത് കഴിച്ച് ഒരു എഗ്ഗും കഴിച്ചിട്ട് പോയി, അത്ര തന്നെയാണ്. ഞങ്ങൾക്ക് ചപ്പാത്തി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ കുറച്ച് എനിക്ക് മോന് മാത്രം ആൾക്ക് 2 ചപ്പാത്തി അങ്ങനെ ചെയ്തു വെച്ചു. പിന്നെ ഇന്ന് ആടി 14, ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. ആടി എന്ന് പറയുന്നത് നമ്മളെ കർക്കിടക മാസമല്ലേ. കർക്കിടക മാസം തീർന്നു കഴിഞ്ഞാൽ അടുത്ത ചിങ്ങം. അപ്പോൾ അതിൻ്റെ തലേന്ന് നല്ല ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാ വീടുകളിലും കാണും അല്ലേ. അപ്പം എനിക്കിനി ഒരു ദിവസം, നാളെ ഒരു 15 മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് ഞാൻ എല്ലാം ഒന്ന് എന്നെക്കൊണ്ടാവുന്നതൊക്കെ മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്തു. ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളായിട്ട് ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. പിന്നെ ഇനി 15-ാം തീയതി നാളെ ബാക്കിയൊക്കെ ചെയ്യാം. അപ്പോഴപ്പോഴും ചെയ്യാറുണ്ട്. എങ്കിലും നമുക്ക് ആ ഒരു ദിവസം ഒന്നാകുമ്പോൾ എല്ലാം ഒന്ന് ശുദ്ധമായിട്ടിരിക്കണം എന്ന് തോന്നൂലേ. ആടി തീർന്ന്, അതായത് കർക്കിടകം തീർന്ന് ചിങ്ങം അതിനെ വരവേൽക്കാനായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, അങ്ങനെയൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് ഫുൾ ജോലി ആയിരുന്നു അന്ന്. നമ്മുടെ തൃപ്പരപ്പിൽ അവിടെ മുത്താരമ്മൻ കോവിലിൽ ഇന്ന് നമുക്ക് വഴിപാടുണ്ട്. ഇന്നല്ല, നാളെ. ഇന്ന് നമ്മളിവിടെ തൊട്ടടുത്ത് ഭഗവതി അമ്മൻ കോവിലിൽ നമ്മൾ വഴിപാട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വിഷ്ണുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. നാളെയാണ് സ്റ്റാർ ബർത്ത്ഡേ വരുന്നത്. ഈ വർഷം എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെയാണ് വന്നത്. ഒരു ദിവസം ഡേറ്റ് ഓഫ് ബർത്ത് വന്നു, നെക്സ്റ്റ് ഡേ തുടർന്ന് നെക്സ്റ്റ് ഡേ വന്ന് സ്റ്റാർ ബർത്ത്ഡേ, അങ്ങനെയായിരുന്നു. മോനും അങ്ങനെയാണ്. ഈ വർഷം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ടാവും. സോ നാളെ അവിടുത്തെ അമ്പലത്തിൽ കൊടുക്കാൻ പോവുകയാണ്, മുത്തരമ്മൻ കോവിലിൽ. തെരളിയപ്പത്തിനാണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ഇവിടെ നിറയെ തെരളിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറേ സംഘടിച്ച് വെച്ചോളാം, സംഘടിപ്പിച്ച് തരാം അമ്മയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ എടുത്തു വച്ചിരിക്കുകയാണ് എൻ്റെ. പക്ഷേ ഇനി ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യണം എനിക്ക്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടിട്ട് ഒന്നും ക്ലീൻ ആക്കിയില്ല. എനിക്കിനി വരാണ്ടേ ഒന്ന് ക്ലീൻ ആക്കണം. ഇത്രയും വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തിട്ട് ക്ലീൻ ചെയ്യണം. ഇതെവിടെയാണ് തെരളിയെല്ലാം നിൽക്കുന്നതെന്ന് വെച്ചാൽ, തെരളി മരം എന്ന് വെച്ചാൽ അതാ ഇവിടെ നോക്കിയാൽ കാണാം. ഇത് ഈ കോർണറിൽ കാണില്ലേ, ഇത് തെരളിയാണ്. നമ്മുടെ അല്ല, അടുത്ത വീടിൻ്റെ. എനിക്ക് കുറച്ചൊക്കെ പറിക്കാം, പക്ഷേ നിറയൊക്കെ വേണമെങ്കിൽ അവരുടെ അനുവാദം വേണ്ടി വരും. അവരോട് പറഞ്ഞപ്പോൾ അവർ തന്നെ എനിക്ക് കട്ട് ചെയ്ത് തന്നു. അങ്ങനെ വീടൊക്കെ നന്നായിട്ട് തൂത്തിട്ടതിന് ശേഷം ഞാനും അവനും കൂടെ വേഗം ലഞ്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വൈകുന്നേരത്തേക്കുള്ള പരിപാടി തുടങ്ങി. അതായത് ചപ്പാത്തി ചുടലും അതിൻ്റെ ഗ്രേവി വയ്ക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനിതാ വിഷ്ണുമായെ തേടിയിരിക്കുകയാണ്. അവൾ വരാൻ സമയമായി, മണി 4 രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവളുടെ വീഡിയോസും ഒന്നും എടുത്തില്ലെന്ന്, അവളുടെ പിറന്നനാളായിട്ട് വീഡിയോസിൽ ഇന്നലെ പ്ലാനിട്ടതാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ. പക്ഷേ ഒന്നും സാധിച്ചില്ല. രാവിലത്തെ അവൾ ലേറ്റായിട്ട് എണീറ്റു. എന്നും അങ്ങനെ തന്നെയാണ്. കുറച്ച് സ്കൂളിൽ പോകാൻ ഭയങ്കര ഡിലേ ആവും. പക്ഷേ വൈകുന്നേരം വന്നുള്ള ആക്ടിവിറ്റീസ് എല്ലാം കുറച്ച് ഫാസ്റ്റായിട്ട്, എല്ലാം ഫാസ്റ്റായിരിക്കും. അപ്പോൾ എനിക്ക് കുളിക്കാൻ സമയം കിട്ടിയില്ല, തല കുളിക്കാൻ സമയം കിട്ടിയില്ല. രാവിലെ മേലെ കുളിച്ചു, സ്വാമി തൊഴാൻ വേണ്ടി അതൊക്കെ ചെയ്തു. പിന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലാണ് ഇന്ന് വഴിപാടുന്നുണ്ട്. നാളെ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മുത്താരമ്മൻ കോവിലെന്ന് പറയും, അവിടെയാണ്. ഇത് ഇവിടുത്തെ ഒരു ഭഗവതി ക്ഷേത്രം. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന് പോകണം, വഴിപാടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇന്നിവിടെ ഞാൻ ആദ്യം കാണിച്ചില്ലേ തിരളിയിലേക്ക് എടുത്തത്, അങ്ങനെ അത് കുറേ നേരത്തെ പണിയായിരുന്നു. അത് എങ്ങനെയും 10-200 ഇലയ്ക്ക് മേലെ ഞാൻ അങ്ങനെ എടുത്ത് കഴുകിയില്ല, ജസ്റ്റ് 2 സൈഡും ഒന്ന് തുടച്ച് അങ്ങനെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വീട് തൂത്തതും കുക്കിങ്ങും. ഇപ്പോൾ രാത്രി ഇനിയിപ്പോൾ അച്ഛനും അമ്മയും വരും എന്ന് പറഞ്ഞ കാരണം ഞാൻ ചപ്പാത്തി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ച് പെൻഡിങ് കിടക്കുകയാണ്.
അപ്പോൾ ഇവള് വരുന്നത് ഞാൻ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കിച്ചണിലവിടെ ഇത് ചപ്പാത്തിയുടെ കൂട്ടാൻ അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം പോയി ഒന്ന് അത് നോക്കിയിട്ട് വരാം. ഞാൻ സിമ്മിലിട്ടിട്ട് പോയത് കാരണം കുഴപ്പമില്ല. ഓക്കെ, മതിയാവും. ഓഫ് ചെയ്യണം. ഒക്കെ ആൾറെഡി വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള കൂട്ടാനൊക്കെ തന്നെയാണ്. ഇനി വിളക്കൊരുക്കണം. ചപ്പാത്തി ചുട്ടിട്ട് വിളക്കൊരുക്കണം. വിളക്കങ്ങനെ കരിന്തിരിയൊക്കെ ഇരിക്കുകയാണ്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. വിഷ്ണുമായ വരുന്നുണ്ട്. എന്ത് പാല് വാങ്ങിയാ? ചോക്ലേറ്റ് ഫുള്ളായിട്ട് കൊടുത്താ? വിഷ്ണു ചോക്ലേറ്റ് ഹാപ്പി ആയിരുന്നാ? കഴിഞ്ഞ പ്രാവശ്യം കടലമുട്ടായി ആയിരുന്നു, ഇപ്പോൾ കരഞ്ഞ് വിളിച്ചപ്പോൾ ചോക്ലേറ്റ് കിട്ടി. ഡയറി മിൽക്ക് അല്ലേ വിഷ്ണു? ഹാപ്പി? വാ, പാല് കിട്ടിയില്ലേ? ആ ശരി. പിന്നെ ഞാനും ധനുവും കൂടെ എല്ലാ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുത്തു. അവൻ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ അവൻ്റെ കൂടെ ചേർന്ന് പാട്ടൊക്കെ അന്താക്ഷരിയൊക്കെ വെച്ച് ചപ്പാത്തിയെല്ലാം ചുട്ടെടുത്ത് വേഗം കുളിച്ച് സന്ധ്യയ്ക്ക് ദീപാരാധന വീട്ടിൽ പൂജയൊക്കെ ചെയ്തു. കാരണം അമ്പലത്തിൽ പോകണമല്ലോ. അത് കാരണം വീട്ടിൽ നേരത്തെ വിളക്കൊക്കെ കത്തിച്ച് ഒരു ചെറിയൊരു നിവേദ്യമൊക്കെ സ്വാമിക്ക് കൊടുത്തിട്ട് അച്ഛനും അമ്മയും വന്നിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി. ചേട്ടൻ ഇവിടെ ഇല്ലാത്ത കാരണം ബർത്ത്ഡേ അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നും ഇല്ല. അതിൻ്റെ ഒരു വിഷമം അവൾക്ക് ഉണ്ട്. എങ്കിലും അവൾക്കത് അറിയില്ല, കൊച്ചുകുട്ടിയല്ലേ. നമ്മൾ അവൾക്ക് സ്കൂളുണ്ട്. പിന്നെ അവളെ ഒന്ന് എൻഗേജ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെയാണ് അവളെ ഹാപ്പി ബർത്ത്ഡേ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ. അല്ലെങ്കിൽ പുറത്തൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു കുട്ടിയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും അല്ല. സ്കൂളിൽ പോയി വന്നു. അവൾക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെ കൊടുത്തു. പിന്നെ കോവിലിൽ പോയി. കോവിലിൽ നല്ല ദർശനമായിരുന്നു. അവിടെയും ദീപാരാധനയൊക്കെ കഴിഞ്ഞ് അവിടെ ചെറുതായിട്ടൊരു മഴ പെയ്തു ആ സമയത്ത്. പിന്നെ ദീപാരാധന കഴിഞ്ഞു. നമ്മൾ വഴിപാടിന് കൊടുത്ത് പ്രസാദമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു. ചപ്പാത്തി എല്ലാവരുമായിട്ടൊക്കെ കഴിച്ചു. അച്ഛനും അമ്മയും വീട്ടിൽ സ്റ്റേ ചെയ്തില്ല. അന്ന് അവർ പുറപ്പെട്ടു. നിൽക്കാൻ പറഞ്ഞപ്പോൾ നിന്നില്ല. അങ്ങനെ ഇന്നത്തെ വിഷ്ണുമായയുടെ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.